ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വാർഡ്രോബിൽ ക്ലോത്ത്സ് ഒക്കെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും ഇത് നല്ലതുപോലെ സ്റ്റാക്ക് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് മറിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ക്ലോത്ത്സ് ഒക്കെ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അതുമാത്രമല്ല, നമുക്കറിയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്ത്സിൽ പല ടൈപ്പിലുള്ളതുണ്ടാവും ഇല്ലേ. അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ വാർഡ്രോബിൽ ഉൾക്കൊള്ളിക്കുമ്പോഴത്തേക്കിനും ഇത് മടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതേപോലെ തന്നെ വാർഡ്രോബിൽ നമ്മളിത് അടുക്കി വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് മറിഞ്ഞു പോയിട്ട് വാർഡ്രോബ് കംപ്ലീറ്റ്ലി മെസ്സി ആവാതിരിക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ക്ലോത്തും എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ ടൈപ്പിലും ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സോഫ്റ്റ് ടോപ്പാണ്. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളത് മടക്കി വെച്ച് കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് ഊർന്നു പോവത്തില്ല. പക്ഷേ എങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പും മടക്കിയതിന് ശേഷം വെക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു മടക്കിയതിന് ശേഷമുള്ള ഒരു ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരേ വലിപ്പത്തിൽ കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മളിത് അടുക്കി വെക്കുമ്പം എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്നത്. പക്കാ പെർഫെക്റ്റ് ആയില്ലെങ്കിലും അത്യാവശ്യം അതിൻ്റെ ഒരു ഏകദേശം അടുത്തൂടെയൊക്കെ പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ അടുക്കി വെക്കുമ്പം പെട്ടെന്ന് അത് മറിഞ്ഞു പോവാതിരിക്കാനും അതേപോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാനും പറ്റുള്ളൂ. അടുത്തത് നമ്മൾ നോക്കുന്നത് വൂളൻ മെറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഉണ്ടല്ലോ, ആ ടൈപ്പ് എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം. അപ്പം ഈ ഒരു ടൈപ്പിൽ സ്ലീവ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം മുഴുവനായിട്ടുള്ള കൈ ഉള്ളതും അതേപോലെ തന്നെ ഒരു 1/4 പോർഷൻ വരെ ഉള്ളതുമാണ്. അത് നമ്മൾ നോർമലി മടക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്. ഇതിൻ്റെ 2 എണ്ണവും മടക്കി വന്നപ്പോഴത്തേക്കിനും രണ്ടും ഏകദേശം ഒരേ സൈസിലായിട്ടുണ്ട്. നമുക്ക് അടുക്കി വെക്കാനായിട്ട് എളുപ്പമുള്ള രീതിയിലാണ് മടക്കിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്പെഗറ്റി ടോപ്പാണ്. അപ്പം ഇതും നമ്മൾ മടക്കി വരുമ്പോഴത്തേക്കിനും അവസാനം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലേക്കാണ് വരാൻ വേണ്ടിയിട്ട് മടക്കുന്നത് കേട്ടോ. മിക്കവാറും നമ്മൾ ഈ കാണിച്ച ക്ലോത്ത്സ് ഒക്കെ തന്നെ മടക്കി വരുമ്പോഴത്തേക്കിനും ഫൈനലി നമുക്കൊരു വലിയ റെക്ടാങ്കിൾ അല്ല, പക്ഷേങ്കിൽ ഒരു ചെറിയ റെക്ടാങ്കിൾ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അങ്ങനെ റെക്ടാങ്കിളിലാണ് വരുന്നതെങ്കിൽ നമുക്കിത് അടുക്കി വെക്കാനും എളുപ്പമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ അടുങ്ങി ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ സെലക്ട് ചെയ്യണമല്ലോ ഏത് വേണം എന്നുള്ളത്. ആ സമയത്ത് നോക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്ലിപ്പറി ആയിട്ടുള്ള ടോപ്സ് ആണ്. അതായത് ഭയങ്കര ഒഴുകി അങ്ങ് കിടക്കുമല്ലോ, അത് നമുക്ക് ചില സമയങ്ങളിലൊക്കെ മടക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. അപ്പം ഇവിടെ എങ്ങനെയാണ് മടക്കിയേക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്കൊരു ചെറിയ റെക്ടാങ്കിൾ ആണ് കിട്ടുന്നത്. ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ലിപ്പറി ടോപ്പും കൂടി മടക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും മടക്കി വരുമ്പോഴത്തേക്കിനും രണ്ടും ഏതാണ്ട് ഒരേ വലിപ്പത്തിലുള്ള 2 റെക്ടാങ്കിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇറഗുലർ സൈസിലുള്ള ടോപ്സ് ആണ്. അതായത് അതിൻ്റെ സ്ലീവ്സ് നമ്മൾ നോർമൽ ടോപ്സ് പോലെ ആയിരിക്കത്തില്ല, കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ചിലപ്പം നല്ല വലുതായിരിക്കും അല്ലെങ്കിൽ ലൂസായിട്ടുള്ളതായിരിക്കും. അപ്പം അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം ഇവിടെയും ഇത് രണ്ടും ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ. ആ ഒരു സ്ലീവ്സിൻ്റെ ഇങ്ങനെ വിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഭാഗം നമ്മൾ അതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്താൽ മതി. എന്നിരുന്നാൽ കൂടി നമുക്കിത് ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് നമുക്ക് വാർഡ്രോബിൽ വെക്കാനുള്ളതാണെന്നും അതേപോലെ തന്നെ അതിന് ഫൈനലി എല്ലാത്തിനും ഏതാണ്ട് ഒരേ സൈസ് കിട്ടണം എന്നുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഫൈനലി കിട്ടുന്നത് അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് സ്ലീവ്ലെസ് ടോപ്സ് എങ്ങനെ ഫോൾഡ് ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ടോപ്സിലൊക്കെ സ്ലീവും കൂടി വരുമ്പോഴത്തേക്കിനും അതാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളത് സ്ലീവ് ഇല്ലാത്തതിനെക്കാട്ടിലും. ഇവിടെയും നമ്മൾ 2 ഡിഫറെൻറ്റ് മെറ്റീരിയലിലുള്ള സ്ലീവ്ലെസ് ടോപ്സ് ആണ് മടക്കിയിട്ടുള്ളത്. ഇത് രണ്ടും മടക്കി വരുമ്പോഴത്തേക്കിനും കാണാൻ പറ്റും രണ്ടും ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് മടക്കി കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇറഗുലർ ടോപ്പാണ്. ഇറഗുലർ ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ പോർഷൻ ഒട്ടും സ്ട്രെയിറ്റോ അല്ലെങ്കിൽ യു ഷേപ്പിലോ ഒന്നും ആയിരിക്കത്തില്ല. ഇതിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും താഴെയുമായിട്ട് കയറി ഇറങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അതും നമുക്ക് ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ മടക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഫൈനലി ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടണം എന്നുള്ള രീതിയിലാണ്. അപ്പം ആ താഴെ ഇറഗുലർ ആയിട്ടിരിക്കുന്ന ഷേപ്സിനെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യും. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്
ടോപ്പ് അല്ലെങ്കിൽ മുകളിലത്തെ പോർഷനൊക്കെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഈ താഴത്തെ ഇറഗുലർ ഷേപ്പിനെ ഫോൾഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇതിങ്ങനെ വീർത്തൊക്കെ ഇരിക്കുന്നത്. പക്ഷേങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഇറഗുലർ ആയിട്ടുള്ള പോർഷനെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമ്മൾ സാധാരണ ടോപ്സ് ഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഇവിടെ ടീഷർട്ട്സ് ആണ്. അപ്പം ടീഷർട്ട്സ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് സ്ലീവ് ടീഷർട്ടാണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ്. അതും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഈ 2 ടീഷർട്ടും ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ തന്നെയാണ് കിട്ടുന്നത്, ആ ഫൈനലി വരുന്നത്. അപ്പം അതൊരു സ്ക്വയറിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല, നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടിയാലും മതി. നമ്മുടെ വാർഡ്രോബിന് വിഡ്ത്ത് ഉള്ളതാണെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആകുമ്പോഴാണ് കൂടുതൽ നമുക്ക് വെക്കാനായിട്ടും പറ്റും. അടുത്തത് നമ്മൾ നോക്കുന്നത് അനാർക്കലി കുർത്തിയാണ്. അനാർക്കലി കുർത്തി നമ്മൾ നല്ലതുപോലെ മടക്കിയില്ലെങ്കിൽ ഒത്തിരി സ്പേസ് എടുക്കുന്നതാണ്. അതുമാത്രമല്ല ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ട്രഡീഷണൽ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മളുടെ വാർഡ്രോബിൽ നല്ലതുപോലെ സ്പേസ് എടുക്കും. ഒരു 4-5 എണ്ണമേ ഉള്ളുവെങ്കിലും നമ്മളത് നല്ലതുപോലെ മടക്കിയില്ലെങ്കിൽ ശരിക്കും നല്ല സ്പേസ് എടുക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി വരുമ്പോഴത്തേക്കിനും നല്ലതുപോലെ ഒതുങ്ങി കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ നോർമൽ കുർത്തീസ് വെക്കാനും പറ്റും. ഇനി ഒരുപാട് ഫ്ലെയർ ഉള്ള ടൈപ്പ് അനാർക്കലി കുർത്തി ഉണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അകത്തേക്ക് ആയിട്ട് ലെയർ ആയിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ലാഭിക്കാനായിട്ട് പറ്റും. ഞാൻ ഇതിനു മുന്നേ ട്രാവൽ പാക്കിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലോത്ത്സ് ഒക്കെ ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നേരം കുറച്ചും കൂടെ റോൾ ചെയ്ത് മടക്കുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ സ്പേസ് കിട്ടാനായിട്ട് എളുപ്പം. അപ്പോൾ ഇത് നമ്മൾ വാർഡ്രോബിൽ വെക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അടുങ്ങി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടും മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെ മടക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ലോങ് ഗൗൺ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിൽ നമ്മൾ ചെയ്യുന്നതും അനാർക്കലി കുർത്തിയിലൊക്കെ എന്താണോ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെയല്ല ഫോൾഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു ബോഡി പോർഷൻ ഉണ്ടല്ലോ, അതായത് വേസ്റ്റിൻ്റെ മുകളിലേക്കുള്ള പോർഷൻ, അവിടെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണ് ഇതിനെ മടക്കുന്നത്. അങ്ങനെയാവുമ്പം അത് കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കും. അടുത്തത് ലെഗിങ്സ് ആണ്. ലെഗിങ്സ് ഫോൾഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതും എളുപ്പമായിട്ടുള്ളതുമാണ്. നമ്മൾ പാൻസ് ഒക്കെ ഫോൾഡ് ചെയ്യുന്ന അതേ രീതിയിലാണ്, എങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സിൻ്റെ ഫോൾഡിങ് ഇൻക്ലൂഡ് ചെയ്തത് കാരണം ഞാൻ ഈ ലെഗിങ്സിൻ്റെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ നോക്കുന്നത് പട്യാല പാൻസ് ആണ്, പട്യാല സൽവാർ. അപ്പം ഇതിനകത്ത് നമുക്കറിയാം ആ ഒരു കാലിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ളതായിരിക്കും. അതും നമ്മൾ നേരത്തെ നമ്മളുടെ ലെഗിങ്സ് മടക്കിയതുപോലെ തന്നെ ഒരെണ്ണത്തിന് മുകളിൽ മറ്റേതായിട്ട് എടുത്തു വെച്ചതിന് ശേഷം കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, അതിനെ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ മടക്കി വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇതിനും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കായിരിക്കും ഇത് കിട്ടുന്നത്. നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലെഗിങ്സിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇതിനെയും സ്റ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഫോർമൽ ട്രൗസേഴ്സ് ആണ്. ഈ ഫോർമൽ ട്രൗസേഴ്സും നമ്മൾ നേരത്തെ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നതും. അതും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു ചെറിയൊരു ഷേപ്പിലുള്ള ഒതുങ്ങിയ ഒരു പീസായിട്ടാണ് കിട്ടുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് വെസ്റ്റേൺ ഡ്രസ്സസ് ആണ്. ഈ വെസ്റ്റേൺ ഡ്രസ്സസ് മടക്കുന്നതും നമ്മൾ നേരത്തെ അനാർക്കലി കുർത്തിയൊക്കെ മടക്കിയില്ലേ, അതിൻ്റെ ഒരു ബോഡി പോർഷൻ അകത്തേക്ക് ആക്കിയതിന് ശേഷം സൈഡ് രണ്ടും നമ്മൾ അകത്തേക്ക് വെക്കും. ഒരുപാട് ഫ്ലെയർ ഉള്ളതാണെങ്കിൽ നമുക്ക് മടക്കി വെക്കാം. പക്ഷേങ്കിൽ മിക്കവാറും വരുന്ന വെസ്റ്റേൺ ഡ്രസ്സസിലൊന്നും തന്നെ അങ്ങനെ അധികം ഫ്ലെയർ ഒന്നും വരത്തില്ല. അപ്പം നമുക്കിത് മടക്കി വരുമ്പോഴത്തേക്കിനും ഒരു വളരെ ഒതുങ്ങിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് തന്നെ അത് കിട്ടും. നമുക്ക് ഇതെല്ലാം തന്നെ നമ്മൾ വാർഡ്രോബിലേക്ക് വെക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വലിപ്പമുള്ള ക്ലോത്ത്സ് ഉണ്ടല്ലോ, അതെല്ലാം താഴെ വെക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് മടക്കിയതിന് ശേഷം കുറച്ച് ചെറിയ സൈസ് വരുന്നതൊക്കെ മുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, ഈ സ്റ്റാക്ക് മറിഞ്ഞു പോവാതിരിക്കാനായിട്ട്. ടോപ്സ് ആണെങ്കിലും അതേപോലെ തന്നെ സ്കേർട്ട്സ് ആണെങ്കിലും വെസ്റ്റേൺ ഡ്രസ്സസ് ആണെങ്കിലും ഒക്കെ തന്നെ മടക്കി വെക്കുമ്പോഴത്തേക്കിനും
ഒരേ ടൈപ്പ് മെറ്റീരിയൽ, അതായത് നമുക്കറിയാം ഈ സ്ലിപ്പറി ആയിട്ടുള്ളതോ സിന്തറ്റിക് ആയിട്ടുള്ളതോ ആണ് മറിഞ്ഞു പോകുന്നത്. അപ്പം അത് വെക്കുമ്പോഴത്തേക്കിനും അതിനിങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഒന്നിടവിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു സ്ലിപ്പറി ഐറ്റം വെച്ചാൽ അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും കൊണ്ടുപോയിട്ട് സിന്തറ്റിക് ഐറ്റം വെക്കരുത്. അതിന് പകരം അവിടെ ഒരു കോട്ടൺ വെക്കുക. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ഒരു സ്റ്റാക്ക് കുറേ നാളത്തേക്കാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.